വിജയരാഘവൻ അവരുടെ ഹസ്ബൻഡ് എൻ്റെ ഒരു സമശീർഷനായ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനാണ്. എന്നെക്കാൾ 2 വയസ്സ് കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ അത്ര വയസ്സായിട്ടില്ല. വിജയരാഘവന്റെ അത്ര പ്രായം എനിക്കില്ല. ഞാൻ കുറച്ച് ചെറുപ്പമാണ്. എങ്കിലും ഞങ്ങൾ ഒരേ കാലഘട്ടത്തിൽ ഞാൻ MSF, അദ്ദേഹം SFI ഒരേപോലെ പോയ ആളാണ്. അതിൻ്റെ ഇടക്കാണ് വിജയരാഘവൻ ഈ മുത്തിനെ തട്ടിക്കൊണ്ടുപോയത്, ഭാര്യയാക്കി കൊണ്ടുപോയത്. അങ്ങനെ നമ്മുടെ നാട്ടിലെ ഒരു പുതുനാരി കൂടിയാണ് ബിന്ദു മിനിസ്റ്റർ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഒരു സന്തോഷത്തിന്റെ ദിനമാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ ഒരു ദിനമാണ്. എന്നാൽ ഈ ഉച്ചവേളയിലും ഒരു സന്തോഷത്തിന്റെ, വളരെ ആഹ്ലാദത്തിന്റെ ഒക്കെ ഒരു നിമിഷത്തിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. ഞാൻ ആദ്യമായി ഇവിടെ ചേർന്ന ആദരണീയായ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ നിങ്ങളുടെ സാന്നിധ്യത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്ക് വിവിധങ്ങളായ പദ്ധതി ഇവിടെ 41 വിവിധ തരത്തിലുള്ള പ്രവൃത്തികളുടെ ഉദ്ഘാടനമാണ് ഒരു കൂട്ടോദ്ഘാടനമായി മന്ത്രി നിർവഹിച്ചു കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ ലിഫ്റ്റ് മുതൽ ടാലന്റ് ഗാലറി വരെയുള്ള 41 ഇനങ്ങൾ 2,95,00,000 രൂപയാണ് ഇതിനായി നാം ചെലവഴിച്ചിട്ടുള്ളത്. അത് അനുവദിച്ചു തന്നതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെച്ച് രേഖപ്പെടുത്താനും അഭിനന്ദിക്കുവാനും ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ വെള്ളിയാഴ്ച ആയതുകൊണ്ട് കൂടി കൂടുതൽ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കോളേജിന് ഇനിയും ധാരാളം പരിമിതികളുണ്ട്. മുഖമൊക്കെ ഇപ്പോൾ സുന്ദരമാക്കിയിട്ടുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഒഴിഞ്ഞ വയറുമായാണ് പോകുന്നത് എന്ന വസ്തുത തിരിച്ചറിയാൻ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടൊരു കോളേജിന്റെ പട്ടിണി മാറ്റുക എന്ന് പറഞ്ഞാൽ ഇവിടെ അവശ്യം വേണ്ട സാഹചര്യങ്ങളെ, പശ്ചാത്തല സൗകര്യങ്ങളെ ഒരുക്കിയാണ് ഇവതിന്റെ വയറ് നടക്കേണ്ടത്. അതിന് നമ്മുടെ കുട്ടികൾ, പെൺകുട്ടികൾ, അവർക്കുള്ളൊരു ഹോസ്റ്റലിന്റെ കാര്യം തുടക്കം മുതലേ പറഞ്ഞു വരികയാണ്. ബജറ്റിൽ അച്ചടിച്ചു വരുന്നുണ്ട് 100 രൂപ മാത്രമേ വെക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതൊന്ന് സാധ്യമാക്കി തരാനുള്ള ഒരു പരിശ്രമം പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ഈ പ്രാവശ്യം അനുവദിച്ച് തരണം എന്നാണ് നീതുമായിട്ടുള്ള ഒരു അപേക്ഷ. പിന്നെ കിഫി ഇവിടെ ഭാഗത്തു നിന്ന് അനുവദിച്ചിട്ടുള്ള ഫണ്ട് ഉണ്ടായിരുന്നു, അതൊന്ന് വർദ്ധിപ്പിച്ചു 11 കോടിയാക്കി. വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റ് ഒക്കെ എടുത്ത് കൊണ്ടുപോയി എല്ലാം ശരിയാക്കി. പക്ഷേ ഏജൻസിയുടെ ചില വിഷയങ്ങൾ കൂടി ഇപ്പോഴും ഒരു ചൊല്ലുണ്ട്, ഒരു തീരപ്രദേശം കൂടിയാണല്ലോ, തൊണ്ട് തടഞ്ഞ് കപ്പൽ നിൽക്കുക എന്നൊരു ചൊല്ലുണ്ട്. എന്ന രീതിയിലാണ് ഇപ്പോഴത് തടഞ്ഞു നിൽക്കുന്നത്. ആ തൊണ്ടൊന്നാണ് നീക്കിയാൽ, ആ ഏജൻസിയുടെ ആ വികൃതി ഒന്ന് മാറ്റി തന്നാൽ ഈ വിഷയം തീരും. രണ്ടാമത് ബിന്ദു മിനിസ്റ്റർ ഇവിടെ വരുന്നത് അതിന് തറക്കല്ലിടാനായിരിക്കണം. അത് വൈകാതെ തന്നെ ഈ നിയമസഭാ സമ്മേളനം കഴിയുന്നതോടുകൂടി ഒരിക്കൽ കൂടി വരാൻ ഞങ്ങൾ സാമൂഹ്യമായ ഒരു ക്ഷണം നിങ്ങളോട് നടത്തുകയാണ്. ഈ നിയമസഭാ സമ്മേളനം മാർച്ചിൽ വീണ്ടും ആരംഭിച്ച് പൂർത്തിയാകുന്നതോടുകൂടി ഉപധനാഭ്യർത്ഥനകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ ഒന്നും കൂടി വരണം. ഞങ്ങൾ വളരെയേറെ സ്നേഹത്തോടുകൂടി നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ കോളേജ് യൂണിയനൊക്കെ കൈകാര്യം ചെയ്ത് യുവജന സംഘടനയിൽ കടന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിലെത്തി കോളേജ് അധ്യാപികയായി അങ്ങനെ കേരളത്തിലെ മിനിസ്റ്ററുമായി പരിലസിച്ചു നിൽക്കുന്ന ഒരു സഹോദരി, ഏറ്റവും പ്രിയങ്കരിയായ എൻ്റെ ഒരു സഹോദരിയാണ്. എന്ന് വെച്ചാൽ വിജയരാഘവൻ അവരുടെ ഹസ്ബൻഡ് എൻ്റെ ഒരു സമശീർഷനായ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനാണ്. എന്നെക്കാൾ 2 വയസ്സ് കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ അത്ര വയസ്സായിട്ടില്ല. വിജയരാഘവന്റെ അത്ര പ്രായം എനിക്കില്ല. ഞാൻ കുറച്ച് ചെറുപ്പമാണ്. എങ്കിലും ഞങ്ങൾ ഒരേ കാലഘട്ടത്തിൽ ഞാൻ MSF, അദ്ദേഹം SFI ഒരേപോലെ പോയ ആളാണ്. അതിൻ്റെ ഇടക്കാണ് വിജയരാഘവൻ ഈ മുത്തിനെ തട്ടിക്കൊണ്ടുപോയത്, ഭാര്യയാക്കി കൊണ്ടുപോയത്. അങ്ങനെ നമ്മുടെ നാട്ടിലെ ഒരു പുതുനാരി കൂടിയാണ് ബിന്ദു മിനിസ്റ്റർ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആള് തൃശ്ശൂർക്കാരിയാണ്. പക്ഷേ ഇവിടത്തെ സാഹചര്യം അനുസരിച്ച് ഇവിടെ മരുമക്കത്തായ നിലനിൽക്കുന്ന കാര്യമായതുകൊണ്ട് ഇവിടുത്തെ പുതുനാരിയാണ്, ഇവിടെയാണ് നിൽക്കേണ്ടത്. പക്ഷെ അവിടെയാണ് നിൽക്കുന്നത് വേറെ കാര്യം. എങ്ങനെയായിരുന്നാലും ഈ ജില്ലക്കാരി കൂടിയായിട്ടുള്ള ജില്ലയിലാണ് ശരിക്കും കാലം ഉറപ്പിക്കേണ്ടത്. ആ അഭിമാനത്തോടു കൂടി സന്തോഷത്തോട് പറയുന്നു, ഞങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമുള്ള ഈ എല്ലാം കൂടി ചോദിക്കുന്നില്ല, ഒന്ന് കിഫി പണം അനുവദിച്ചിട്ടുണ്ട്, അതിന്റെ തടസ്സങ്ങളൊന്ന് നീക്കി അത് പൂർത്തീകരിച്ചു തരിക. വനിതാ ഹോസ്റ്റൽ, അതിനുശേഷം ആ കുട്ടികൾ ഇങ്ങനെ മിഴിച്ച് നോക്കുന്നുണ്ട്, നിങ്ങൾക്കും വേണം ഹോസ്റ്റൽ, അത് ഇതിന് ശേഷമാകാം. അതുകൊണ്ട് ഈ 2 എണ്ണമെങ്കിലും പെട്ടെന്ന് കിട്ടാവുന്ന ഒരു സാഹചര്യം, സൗകര്യം ചെയ്യണം. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ചുരുക്കുന്നു.